ഒരു സോഫ്റ്റ്വെയർ ഭാഷയിൽ പറഞ്ഞാൽ ബാർക്കോഴ 2.0 എന്ന് വേണ്ടി പറയാം. നമുക്ക് പഴയൊരു ബാർക്കോഴ നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് സമരം നടത്തിയ ആളുകൾക്ക് ഇപ്പോൾ അത് ഓർക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. KM മാണി എന്ന് പറയുന്ന അന്നത്തെ ധനകാര്യമന്ത്രി, ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി, ബാർ ഉടമകളിൽ നിന്ന് 1 കോടി രൂപ കോഴ വാങ്ങി എന്ന് ഒരു ബാർ മുതലാളി പറയുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടാവുകയും അത് കേരളത്തിൽ വലിയ വിവാദമാവുകയും, ആ ചെറിയ വിവാദമൊന്നുമല്ല, അത് വെച്ച് അന്ന് മാണിക്കെതിരെ കേരളത്തിലെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് VS അച്യുതാനന്ദനും കണ്ടാമൃഗത്തിനോട് ഉപമിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണനും അടക്കമുള്ള ആളുകൾ നടത്തിയ പ്രസംഗങ്ങൾ കോഴമാണി എന്നും നോട്ട് യന്ത്രം സൂക്ഷിക്കുന്ന മാണി എന്നും ഒക്കെ പറഞ്ഞ് അങ്ങേയറ്റം ആക്ഷേപിക്കുക മാത്രമല്ല, അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുന്നതിനെതിരെ നിയമസഭ തല്ലി തകർത്തുകൊണ്ട് ആ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബാർക്കോഴയിൽ ആകെ നിലനിൽക്കുന്ന ഒരു ക്രിമിനൽ കേസ് അത് മാത്രമാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് ബാബുവിനെതിരെ കേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ക്രിമിനൽ കേസ് ഇപ്പോൾ ഉള്ളത് നിയമസഭ തല്ലി തീർത്ത കേസാണ്. ഇപ്പം അത് പറയാൻ പറ്റില്ല. കാരണം അതേ മാണിയുടെ മകനും അദ്ദേഹത്തിന്റെ പാർട്ടിയും നോട്ടിൽ അടക്കുന്ന യന്ത്രമുണ്ടെങ്കിൽ അതും മറ്റേ കുട്ടിയമ്മയും ഒക്കെ ഇപ്പോൾ മറുപക്ഷത്താണ്, ഇടതുപക്ഷത്താണ്. അതുകൊണ്ട് അത് പറയില്ല. കോൺഗ്രസ്സുകാരാണ് അത് ഉണ്ടാക്കിയത് എന്ന മാണിയുടെ ഭാഷ്യത്തിനാണ് ഇപ്പോൾ ഇടതുപക്ഷക്കാർ കൂടുതൽ ഊന്നൽ നൽകുന്നത്. അതെന്തായാലും നിൽക്കട്ടെ. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു കാര്യം ഈ ബാർ കോഴയുമായി ബന്ധപ്പെട്ട് ഒരു സന്ദേശമാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ബാർ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റാണെന്ന് തോന്നുന്നു, അങ്ങനെ ഒരാൾ, അനുമോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശം വ്യാപകമായി നമ്മളൊക്കെ കേട്ടു. അതിൽ പറയുന്നത് സർക്കാർ തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞാൽ, ഇലക്ഷന്റെ ഇത് കഴിഞ്ഞാൽ, നിയന്ത്രണങ്ങൾ കഴിഞ്ഞാൽ ഉടനെ തീരുമാനമെടുക്കും. 3 കാര്യങ്ങളാണ് അതിൽ പ്രധാനമായി പറഞ്ഞത്. പ്രധാനമായും ബാറുകാരെ ബാധിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ ഉള്ള പ്രവർത്തന സമയം 11 മണി എന്നത് രാത്രി 12 മണി വരെയാക്കും, 1 മണിക്കൂർ കൂടി കൂട്ടും. അതിനേക്കാൾ പ്രധാനം ഡ്രൈ ഡേ, ഈ 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കും. 1-ാം തീയതി മദ്യം കിട്ടും. യഥാർത്ഥത്തിൽ ഇത് അവർ തീരുമാനിച്ചതാണോ അല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അത് രണ്ടാമത്തെ കാര്യം. ഇടതുപക്ഷ സർക്കാരിന് മദ്യത്തോടുള്ള സമീപനം എന്താണെന്ന് അറിയാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്താണ് ബാർക്കോഴ വിവാദം വരികയും കേരളത്തിൽ അന്നുണ്ടായിരുന്ന 400 ബാറുകളിൽ 29 ഒഴിച്ച് ബാക്കിയൊക്കെ പൂട്ടുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി പരാജയപ്പെട്ടു, പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. ഇന്ന് 8 വർഷം അല്ലെങ്കിൽ 9 വർഷം, 8 വർഷം പിന്നിടുമ്പോൾ കേരളത്തിൽ 1000-ത്തിലധികം ബാറുകളുണ്ട്, മദ്യവിതരണ കേന്ദ്രങ്ങളുണ്ട് എന്ന് പറയുന്നതിൽ 801 ബാർ തന്നെ. പിന്നെ അല്ലാത്ത സംഗതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷം കൊണ്ട് 800 ബാർ കേരളത്തിൽ കൂടി എന്നാണ് അർത്ഥം. പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ മദ്യവർജനത്തിന്റെ ആളുകളാണ്. അതറിയില്ല. അതുപോലെ തന്നെ കോടതി ഇടപെട്ടിട്ട് പോലും ഇവിടെ ഈ ഇതിന്റെ ഔട്ട്ലെറ്റുകൾ, നമ്മുടെ ബിവറേജസിന്റെ, സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ സമരവും ചർച്ചയൊക്കെ വരുന്നുണ്ട്. എന്തായാലും മദ്യം എവിടെയും കിട്ടുന്ന തരത്തിലേക്ക് വരുന്നു. അതുകൂടാതെ സൂപ്പർ മാർക്കറ്റിൽ മദ്യം കിട്ടുന്നു. അതിസമ്പന്നർക്കും ഹൈ ക്ലാസ് ആളുകൾക്ക് പോയി നമ്മുടെ ഡ്യൂട്ടി ഫ്രീ നിന്ന് മദ്യം എടുക്കുന്നത് പോലെ, യാത്രയിൽ ഡ്യൂട്ടി ഫ്രീ നിന്ന് മദ്യം എടുക്കുന്നത് പോലെ വലിയ വില കൂടിയ മദ്യം എടുത്ത് സഞ്ചിയിലിട്ട് ആരും അറിയാതെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവരാനുള്ള സംവിധാനമുണ്ട്. ഇത്രയും വ്യാപകമാക്കിയ ഒരു ഗവൺമെന്റ് ആണിത്. അതുകൊണ്ട് മദ്യത്തിനോട് ഇവർക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. മദ്യവർജനം നയമാണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ പലർക്കും മദ്യവർജനം നയമാണ്. രാവിലെ വൈകുന്നേരം 2 വീശിയിട്ടാണ് മദ്യവർജനത്തെ കുറിച്ച് പറയുക. നല്ലത്. മാത്രമല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട്. സർക്കാരിന് ഉറച്ച വരുമാനമുള്ളത് മദ്യത്തിൽ നിന്ന് മാത്രമാണ്. മദ്യവും പിന്നെ പെട്രോളിന്റെ ഈ ഇടയ്ക്കിടയ്ക്ക് കേന്ദ്ര സർക്കാർ ഇങ്ങനെ കൂട്ടുമ്പോൾ അതിന്റെ ഭാഗമായി കൂടുതൽ കിട്ടുന്ന നികുതി, പിന്നെ 2 രൂപ സെസ്സും പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ സർക്കാരിന് വേറെ വരുമാനമൊന്നുമില്ല. ഇപ്പൊ GST പിരിച്ചിട്ടില്ല. ഇപ്പൊ GST ഒരുപാട് പിരിക്കാനുണ്ടെന്ന് ഇന്നലെ ആരോ ഒരു റെയ്ഡ് നടത്തി കണ്ടു. എന്ന് പറഞ്ഞാൽ സർക്കാരിന് ശമ്പളം കൊടുക്കണം. ശമ്പളം കൊടുക്കാൻ തന്നെ കാശില്ലാണ്ടിരിക്കുന്ന നേരത്ത് കുറച്ച് മദ്യം വിറ്റ് കാശായിക്കോട്ടെ എന്ന് സർക്കാർ വിചാരിച്ചിട്ട് കൂടുതൽ വിറ്റാൽ കൂടുതൽ നല്ലത്. അത് ഒരു പോസിറ്റീവായ ഭാഗമാണ്. അത് അങ്ങനെയല്ലേ പറ്റുള്ളൂ. നെഗറ്റീവായ ഭാഗം 800 ബാറുകൾ വന്നതിൽ കൃത്യമായും ഓരോ ബാർ ഓപ്പൺ ചെയ്യുമ്പോഴും എത്ര രൂപ വെച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക്, ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം എന്നത് ഒരു രഹസ്യമൊന്നുമല്ല. അത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ 800 ബാർ വന്നു. ഇനിയിപ്പോ ഇൻഫോ പാർക്കിനും അതിനിടയിലൊക്കെ മദ്യം കൊടുക്കുന്ന സൗകര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഞാനതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ IT വർക്ക് ചെയ്യണമെങ്കിൽ മദ്യമില്ലെങ്കിൽ കൈ വിറയ്ക്കുന്നോ അങ്ങനെയൊക്കെ ഉണ്ടോന്ന് അറിയില്ല. ഏതായാലും IT കുട്ടികൾക്കും മദ്യം ധാരാളമാവട്ടെ. ഇവിടെ ചോദ്യം ഇതാണ്, ഇപ്പോ ഇതിൽ ബാർ കോഴയുടെ കാര്യം പറയാമോ? ഇതുപോലെ തന്നെയാണ് ഒരു ബിജു രമേശാണ് അന്ന് വന്ന് പറഞ്ഞത് ഇങ്ങനെ മാണി കാശ് വാങ്ങിയെന്ന്.
കാശ് ചോദിച്ചു എന്നോ വാങ്ങിയെന്നോ എന്തായാലും. അതിന്റെ പുറത്താണ് ബാർക്കോഴ 10 ഉണ്ടായത്. അപ്പൊ ബാർക്കോഴ 20 വരുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടേ ഇല്ല എന്ന്. നല്ല തമാശയാണ്, നല്ല തമാശയാണ്. എന്താ കാര്യം വെച്ചാൽ കഴിഞ്ഞൊരു 2 മാസമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നിരന്തരം ഈ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാർ ഉടമകൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇലക്ഷന്റെ നിയന്ത്രണങ്ങൾ മാറിയാൽ ചെയ്തു കൊടുക്കും. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു രാഷ്ട്രീയ നേതാവും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. CPM നേതാക്കളോ വലിയ ഭരണത്തിൽ മുഖ്യമന്ത്രിയോ ആരും ഒന്നും മിണ്ടിയിട്ടില്ല. ഇങ്ങനെ ഒരു വാർത്ത, ഇത് ഫേക്ക് വാർത്തയാണെന്നോ ഇങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇപ്പൊ ഇന്നലെ കേൾക്കുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഊമക്കത്ത് വന്നു എന്നാണ്. അതായത് ഇങ്ങനെ ഇവിടെ ആരോ പൈസ വിരിക്കുന്നുണ്ട് സമയം കൂട്ടാൻ. ആ ഊമക്കത്ത് വളരെ മുമ്പ് വന്നതാ, അതിനെപ്പറ്റി നമ്മൾ കേട്ടില്ല. ഇപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പോഴും ഒന്നും അറിഞ്ഞില്ല. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ ഊമക്കത്ത് വന്നു, അപ്പോഴും അന്വേഷിച്ചില്ല. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഈ ഒരു സന്ദേശം വന്നതോടുകൂടി പ്രതിപക്ഷം സ്വാഭാവികമായി എടുക്കും. കാരണം അവർക്ക് പഴയ കണക്ക് തീർക്കാനുണ്ട്. ഏതായാലും നിൽക്കട്ടെ. പക്ഷെ പ്രശ്നം അതല്ല. നമുക്ക് ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല എന്നതല്ല മറുപടി പറയേണ്ടത്. ഇങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കില്ല എന്ന് പറയാൻ CPM നേതാക്കൾക്ക് ധൈര്യമുണ്ടോ? പാർട്ടി സെക്രട്ടറിയും എക്സൈസ് മന്ത്രിയും വളരെ സുഹൃത്താണ്, നല്ല മനുഷ്യനാണ് MP രാജേഷ്. അദ്ദേഹം പറയേണ്ടത് ഞങ്ങളിങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്നല്ല. തീരുമാനം എടുക്കാൻ എത്ര സമയം വേണം? പക്ഷേ ആകാര മണിക്കൂർ വരെ. കാശ് പിരിച്ചത് കൈ കിട്ടിയ അപ്പൊ തീരുമാനം എടുത്താൽ പോരെ? അത് കാശ് കിട്ടാതെ തന്നെ തീരുമാനം എടുക്കണേ. അപ്പൊ കാശ് കിട്ടിയിട്ടേ തീരുമാനം എടുക്കുന്നാണോ? അതോ തീരുമാനം ഇങ്ങനെ എടുക്കുകയല്ല, ഇങ്ങനെ ഒരു നയവ്യതിയാനത്തിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാൻ അവർ തയ്യാറുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിന് മറുപടി പറഞ്ഞാൽ മതി. എന്തു പറഞ്ഞാലും 1-ാം തീയതി ഡ്രൈഡേ ഞങ്ങൾ മാറ്റില്ല എന്നും ഈ പറഞ്ഞതുപോലെ രാത്രി സമയം മാറ്റില്ല എന്നും ധൈര്യത്തോടെ പറയാമോ? മുഖ്യമന്ത്രി പറയട്ടെ മറുപടി. അല്ലെങ്കിൽ എക്സൈസ് മന്ത്രി ഇപ്പോൾ എന്തോ വിദേശ പര്യടനത്തിന് പോയി. കുടുംബം എല്ലാവരും അങ്ങനെയാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് വിദേശ പര്യടനത്തിന് പോകും. അത് നല്ല കാര്യം. അത് അദ്ദേഹം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ ഞങ്ങളില്ല, അല്ലെങ്കിൽ MP ഗോവിന്ദൻ സഖാവ് പറയട്ടെ ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. പക്ഷേ പ്രശ്നം അതല്ല. ഇത് കഴിഞ്ഞത് മാറ്റുകയാണെങ്കിൽ ഈ കോഴയുടെ വിവാദം ശരിയാണെന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ വേണ്ട, മാറ്റിയാൽ എപ്പോഴെങ്കിലും മാറ്റിയാൽ 2.5 ലക്ഷം രൂപ വെച്ച് ഒരു ബാറിൽ നിന്ന് മേടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന ഈ ശബ്ദ സന്ദേശത്തിന് ബേസ് ഉണ്ടാവും. അങ്ങനെ ബേസ് ഉണ്ടായാൽ അത് കഴിഞ്ഞ ബാർ കോഴയേക്കാൾ വലിയ പ്രശ്നമാവും. കാരണം ഇവിടെ പുതിയ ബാർ അനുവദിക്കുന്നതിനല്ല, അതിനൊന്നുമല്ല. ഇവിടെ വളരെ കൃത്യമായും ബാറിലെ സമയം കൂട്ടിക്കൊടുക്കാനാണ്. അപ്പോൾ സർക്കാർ വ്യക്തമാക്കേണ്ടത്, CPM പോലെ ഒരു പാർട്ടി വ്യക്തമാക്കേണ്ടത്, ഇത് ഞങ്ങളുടെ നയമല്ല. പക്ഷെ ഇത് പറയേണ്ടിയിരുന്നത് വാർത്ത വരുമ്പോഴാണ്. അപ്പൊ പറഞ്ഞില്ല, അപ്പോഴത്തെ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഇന്നലെ എല്ലാം വിശദീകരിക്കാൻ വേണ്ടി പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയപ്പോഴും ഇത് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞില്ല, തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇനി അല്ല, അപ്പൊ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹത്തിന് അന്വേഷിക്കാൻ, ശബ്ദ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DGPയോട് ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് വരുന്നു. എന്താ അന്വേഷിക്കാനുള്ളതിൽ? ഈ പറഞ്ഞത് അനു അല്ല എന്ന് അയാൾ പറഞ്ഞിട്ടില്ല. അനുമോൻ എന്ന് പറഞ്ഞ ഒരാളല്ല എന്ന് അയാൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇനി അയാൾ ആ സംഘടനയുടെ ആളല്ല, വേണ്ട. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ. ഒരു കൊലപാതകം ചെയ്താൽ ഉടനെ പറയും ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാന്ന് പറയും. കഴിഞ്ഞ ആഴ്ച പുറത്താക്കിയതാന്ന് പറയും, ഇന്ന് കൊലപാതകം ചെയ്താൽ. അത് കുഴപ്പമൊന്നുമല്ല. പിന്നെ കുറെ കഴിഞ്ഞാൽ അവർക്ക് സ്മാരകവും പണി. അപ്പൊ പ്രശ്നം അതല്ല. ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചർച്ചകൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും ഉറപ്പ് കൊടുത്തിട്ടുണ്ടോ? അതറിയാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യം. പിന്നെ ഈ അന്വേഷണം കൊണ്ട് ഒരു കാര്യമില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ അന്വേഷണം കൊണ്ട് ആകെ ഉണ്ടാവാൻ പോണ കാര്യം, ഈ പറഞ്ഞ അനുമോൻ എന്ന് പറയുന്ന ആളെ DGPയോ പോലീസോ പിടിച്ചൊന്ന് വരട്ടും. ഒരുപക്ഷെ അയാൾ പറയും ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാനത് കെട്ടിട ഫണ്ടാണ് എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ അജണ്ടയൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇവരുടെ യോഗം നടന്നു എന്നുള്ളത് ശരിയാണ്. അതിൽ പറയുന്ന യോഗം കൊച്ചിയിൽ നടന്നിട്ടുണ്ട്. ആ യോഗത്തിന്റെ അജണ്ടയിൽ ഒരു കെട്ടിട ഫണ്ടും ഇല്ല. അതിലാകെയുള്ളത് പുതിയ മദ്യനയം സംബന്ധിച്ച ചർച്ചയാണ്. അപ്പൊ ഏതായാലും സംശയത്തിന്റെ കരിനിഴൽ വീണിട്ടുണ്ട്. ഇതില്ല എന്ന് ഉറപ്പാക്കണമെങ്കിൽ ഈ നയത്തിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോകണം. അങ്ങനെ സർക്കാർ നടപ്പാക്കിയില്ലെങ്കിൽ സർക്കാരിന് രക്ഷപ്പെടാം. നടപ്പാക്കാൻ എപ്പോൾ തീരുമാനിച്ചാലും ഇതിന്റെ ബാധ സർക്കാരിന്റെ കൂടെ ഉണ്ടാവും.